ഇടതുപക്ഷത്തിന്റെ ദയനീയ പരാജയത്തിന് മുഖ്യ കാരണം അത് ഭരണവിരുദ്ധ വികാരമാണെന്ന് CPIയുടെ മുഖപത്രത്തിൽ വരുന്നു. ഭരണത്തിലെ പാളിച്ചകളും മുന്നണി ചർച്ച ചെയ്യണം, ജനങ്ങളിൽ നിന്നും അകന്നത് എന്തുകൊണ്ടെന്ന ആത്മപരിശോധന നടത്തണമെന്നും എഡിറ്റോറിയൽ ലേഖനത്തിൽ പറയുന്നുണ്ട്. അർജുൻ രാജ് വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, ഇപ്പോൾ ഈ UDFന്റെ സുനാമിക്കിടയിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് CPIയുടെ മന്ത്രിമാർക്ക് മാത്രമാണ്. ഇപ്പോൾ ചിഞ്ചുറാണി ഒഴികെ ബാക്കി എല്ലാവർക്കും ജയിച്ച് കയറാൻ കഴിഞ്ഞു. അത്യാവശ്യം പെർഫോമൻസ് കാഴ്ചവെക്കാനും CPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനയുഗത്തിന്റെ വിലയിരുത്തൽ എന്താണ് ഈ തോൽവിയിൽ? സേതു, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് CPI മുഖപത്രമായ ജനയുഗം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി അടക്കം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും എന്നാണ് വ്യക്തമാക്കിയത്. അതേസമയത്ത് UDF വിജയത്തിനുള്ള പ്രാഥമികമായിട്ടുള്ള കാരണം അത് ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI മുഖപത്രം എഴുതുന്നു. ഭരണത്തിലെ വീഴ്ചകളും പാളിച്ചകളും മുന്നണി പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. വലിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ സർക്കാരാണ് കഴിഞ്ഞത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് തിരിച്ചടി സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കണ്ടാൽ മനസ്സിലാകും എന്ന് CPI മുഖപത്രം എഴുതുന്നുണ്ട്. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് പ്രമുഖ CPM നേതാക്കൾ പാർട്ടി വിട്ട് UDFനൊപ്പം ചേർന്നത്? ഇവർ CPMനെ വെല്ലുവിളിച്ച് ജയിച്ചത് ഇരുത്തി ചിന്തിപ്പിക്കാൻ മതിയായ രാഷ്ട്രീയ പ്രതിഭാസമാണെന്നും ജനയുഗം വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ഇടതുപക്ഷം തയ്യാറാകും എന്ന് ജനയുഗം എഴുതുന്നുണ്ട്. ഒപ്പം തന്നെ CPI ഇനി അടുത്ത ഇടതുമുന്നണി യോഗത്തിലൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക കൂടിയാണ് CPI മുഖപത്രം ചെയ്തിട്ടുള്ളത്. ഓക്കെ അർജുൻ.